കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പങ്കിടുന്ന നിയമസഭാ മണ്ഡലമാണ് പാറശാല. മലയാളവും തമിഴും സംസാരിക്കുന്ന ജനസമൂഹമാണ് പാറശാല എന്നതും ശ്രദ്ധേയമാണ്. പാറശാലയുടെ വികസന ചരിത്രമാണ് ഇന്ന് നവകേരളം നവമുന്നേറ്റത്തിൽ ദൃശ്യമാകുന്നത്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി പങ്കിടുന്ന നിയമസഭാ മണ്ഡലമാണ് പാറശാല. മലയാളവും തമിഴും സംസാരിക്കുന്ന ജനസമൂഹം പാറശാലയിലുണ്ടെന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലമാണ് പാറശാല. അമ്പൂരി, ആര്യങ്കാവ്, കള്ളിക്കാട്, കൊല്ലായിൽ, കുന്നത്തുകാൽ, ഒറ്റശേഖരമംഗലം, പാറശാല, പെരുങ്കടവിള, വെള്ളറട എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മണ്ഡലം വികസനത്തിന്റെ നാൾവഴികളിലൂടെയാണ് കടന്നുപോകുന്നത്. പശ്ചാത്തല സൗകര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ മുന്നേറ്റങ്ങളും പാറശാല മണ്ഡലത്തിൽ വികസനത്തിന്റെ വേലിയേറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. ബഡ്ജറ്റിന് പുറത്ത് ധന സ്വരൂപണം നടത്തി വിഭവം സമാഹരിച്ച് പൊതു റോഡുകൾ, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല തുടങ്ങി ഭാവിയിൽ കരുതലായി മാറേണ്ട മേഖലകളിലാകെ സമഗ്രമായ മാറ്റത്തിന് അടിത്തറയിടാൻ കിബിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൻ്റെ ഭാഗമായി പാറശാല മണ്ഡലത്തിലും വിവിധ മേഖലകളിൽ കിബി പണം നിക്ഷേപിച്ചിട്ടുള്ളതായി എനിക്കറിയാം. സഞ്ചാര സൗകര്യം ലക്ഷ്യമാക്കിയുള്ള നിരവധി പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്നത്. തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചരക്ക് ഗതാഗതത്തിന് പുതിയ ഉണർവ് കൈവരുമെന്നാണ് മണ്ഡലം MLA CK ഹരീന്ദ്രൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. പാറശാല കള്ളിക്കാട് 32 കിലോമീറ്റർ വരുന്ന 2 വരിപ്പാത നാടിന് സമർപ്പിക്കുവാൻ തയ്യാറായി കഴിഞ്ഞു. ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന അമ്പൂരി പഞ്ചായത്തിൽ 27 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന കുമ്പിച്ചിക്കടവ് പാലം ഏറെ പ്രാധാന്യമേറിയ വികസന പദ്ധതികളിലൊന്നാണ്. ആദിവാസി വിഭാഗത്തിന് നഗരവുമായി ബന്ധപ്പെടാനുള്ള സുഗമമായ മാർഗമാണ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ സാധ്യമാകുന്നത്. അമ്പൂരി പഞ്ചായത്തിലെ കുമ്പിച്ചിക്കടവ് പാല നിർമ്മാണം 11 ഊരുകളിലായി ഏകദേശം 3000-ഓളം ആളുകൾ, ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്തെ കരിപ്പയാറുമായി ബന്ധപ്പെടുത്തി ഒരു 7 സ്പാനിൽ ഒരു പാലം നിർമ്മിച്ച് 27 കോടി രൂപയുടെ പാലം നിർമ്മിച്ച് ആദിവാസികളെ നഗരമേഖലയുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ്. ആദിവാസികളുടെ ചിരകാല അഭിലാഷമാണ് ഇതുവഴി നിറവേറ്റപ്പെടുന്നത്. മലയോര ഹൈവേയുടെ തീരത്തുള്ള പനച്ചമൂട് മാർക്കറ്റിന്റെ നവീകരണമാണ് മറ്റൊരു പ്രധാന വികസന പദ്ധതി. മലയോര ഹൈവേയുടെ തീരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് പനച്ചമൂട് മാർക്കറ്റ്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മലയോര ഉൽപ്പന്നങ്ങൾ പ്രാചീന കാലം മുതൽ തന്നെ വിറ്റഴിക്കുന്ന ഒരു പ്രദേശത്തെ മാർക്കറ്റായിരുന്നു പനച്ചമൂട്.
തകർന്നു പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റിനെ ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച് പ്രത്യേകം പച്ചക്കറി സ്റ്റാളുകൾ, മീറ്റ് മാർക്കറ്റ് തുടങ്ങി പല ചരക്കുകളും വിറ്റഴിക്കാൻ പറ്റിയ ഒരു വിപണി എന്ന നിലയിൽ ആധുനിക സൗകര്യത്തോടു കൂടി ഒരുക്കുകയാണ്. അമരവിള ഒറ്റശേഖരമംഗലം റോഡും കീഴാളൂർ പാലം ഉൾപ്പെടെ 6 പാലങ്ങളും നിർമ്മിക്കുവാനുള്ള പദ്ധതിക്കും രൂപം നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് പാറശാല മണ്ഡലം 2 സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ നിലകൊള്ളുന്ന മണ്ഡലമാണ്. ഏകദേശം 10-20 കിലോമീറ്റർ ദൂരം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലം കൂടിയാണ്. ഈ 2 സംസ്ഥാനങ്ങളുടെയും വളർച്ചയിൽ, സാമൂഹ്യ വളർച്ചയിൽ, ചരക്കു നീക്കങ്ങളിൽ, വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ സൗഹൃദമാക്കുകയും ദൃഢീകരിക്കുകയും ചെയ്യുന്നതിൽ ഈ മലയോര പാതയ്ക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വലിയ മാറ്റമാണ് ഈ റോഡ് നിർമ്മാണത്തോടുകൂടി വന്നു കഴിഞ്ഞിരിക്കുന്നത്. താലൂക്ക് ആശുപത്രി നവീകരണവും പ്രധാന പദ്ധതികളിലൊന്നാണ്. 151 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി. മലയോര ഹൈവേയുടെയും കരമന കളിയിക്കവള NH-ൻ്റെയും ബൈപ്പാസിൻ്റെയും തീരത്ത്, കഴക്കൂട്ടം ബൈപ്പാസിൻ്റെയും തീരത്ത് ശ്രീ എന്ന താലൂക്ക് ഹെഡ്ക്വാർട്ടർ ആശുപത്രി പാറശാലയിൽ 153 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ 1ാം ഘട്ടം ഈ ജനുവരിയോടുകൂടി പൂർത്തീകരിക്കുകയാണ്. 18 സ്പെഷ്യാലിറ്റികൾ, 20 സ്പെഷ്യാലിറ്റികളോടുകൂടി ആരംഭിക്കാൻ കഴിയുന്ന താലൂക്ക് ഹെഡ്ക്വാർട്ടർ ആശുപത്രി സമാനകളില്ലാത്ത വികസനമാണ് ആ പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതിനും കിബിയാണ് പണം ചെലവഴിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ വികസനത്തിനായി നിരവധി കർമ്മ പദ്ധതികൾ ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞു. വിദ്യാലയങ്ങളെ ഹൈടെക് സംവിധാനങ്ങളിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ മാരായമുട്ടം ഹയർ സെക്കൻഡറി സ്കൂളിനെ ഇൻ്റർനാഷണൽ സ്കൂളായി ഉയർത്താൻ കഴിഞ്ഞു. വിവിധ സ്കൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ 2 കോടി 3 കോടി എന്നീ ക്രമത്തിൽ വിവിധ സ്കൂളുകളെ ആധുനിക തലത്തിലേക്ക് ഉയർത്താൻ കിബി ഫണ്ട് വിനിയോഗിക്കപ്പെട്ടു.
പാറശാല മണ്ഡലത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിന് വലിയ തോതിലുള്ള ഫണ്ടാണ് കിബി ചെലവഴിച്ചിട്ടുള്ളത്. അമരവിള ഒറ്റശേഖരമംഗലം റോഡ്, കീഴാറൂർ പാലം, മൂന്നാറ്റുമുക്ക് പാലം, കുടുവീട്ടുകടവ് പാലം, നെയ്യാർ ഡാം പാലം, കുമ്പിച്ചക്കടവ് പാലം, ഇങ്ങനെ തുടങ്ങി 5-6 പാലം കിബി ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയും. ഇതിനു പുറമെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പദ്ധതികൾ ഈ കാലയളവിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ വിഭവം സമാഹരിച്ച് ധനസമാഹരണം നടത്തി കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും വികസനത്തിനു വേണ്ടി പണം നിക്ഷേപിക്കപ്പെടുന്നത്. കൂട്ടത്തിൽ പാറശാല മണ്ഡലത്തിലും ഈ സമഗ്രമായ മാറ്റത്തിന് ഫണ്ട് അനുവദിച്ചത് കിബിയാണ്. ആ കിബിയുടെ 25 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന്, സാമൂഹ്യ വളർച്ചയ്ക്ക്, ഉൽപ്പാദന രംഗത്ത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബൗദ്ധിക രംഗത്ത് ഒരു ജ്ഞാനസമൂഹത്തിലേക്ക് കേരളം മാറുമ്പോൾ ആ ജ്ഞാനസമൂഹമാക്കി പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്ന എല്ലാ മേഖലയ്ക്കും കോടിക്കണക്കിന് രൂപ ഫണ്ട് തന്ന് സഹായിക്കുന്ന കിബിയുടെ പ്രവർത്തനത്തെ ഞാൻ അനുമോദിക്കുന്നു. എല്ലാ നിലയിലും സമഗ്ര മാറ്റം വരുത്താൻ ലോകത്തെ വികസിത രാജ്യങ്ങളോടൊപ്പം, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടൊപ്പം സാമൂഹ്യ വളർച്ച കൈവരിക്കാൻ കഴിയുന്ന നിലയിലുള്ള സാമൂഹ്യ വികസനത്തിന് വലിയ തോതിൽ ഫണ്ട് വിനിയോഗിക്കുന്ന കിബിയുടെ പ്രവർത്തനം ഇനിയും മെച്ചപ്പെടാൻ ഇടവരട്ടെ. വികസനത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ രചിച്ച് പാറശാല മറ്റ് മണ്ഡലങ്ങൾക്ക് മാതൃകയായി തീരുകയാണ്, ജനങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിൽ ഒന്നാണ് കാട്ടാക്കട. വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ കാട്ടാക്കടയുടെ വികസന ചരിത്രമാണ് ഇന്ന് നവകേരളം നവമുന്നേറ്റത്തിൽ ദൃശ്യമാകുന്നത്. സർക്കാർ ഫണ്ട് വിനിയോഗിച്ചുള്ള പദ്ധതിയുടെ പറുദീസയാണ് കാട്ടാക്കട നിയമസഭാ മണ്ഡലം. കാട്ടാക്കട, മലയങ്കീഴ്, മാറനല്ലൂർ, പള്ളിച്ചൽ, വിളപ്പിൽ, വിളവൂർക്കൽ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള മണ്ഡലം വികസന മുന്നേറ്റത്തിന്റെ പാതയിലാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കിയ ചരിത്രം സൃഷ്ടിച്ച കഥയാണ് മണ്ഡലം MLA IB സതീഷിന് പറയാനുള്ളത്. കിഫ്ബി ഒരു വികസനത്തിൻ്റെ കുതിച്ചുചാട്ടത്തിൻ്റെ ഉത്തോലകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. വിമർശിക്കുന്നവരും സന്ദേഹമുള്ളവരും പ്രവർത്തന മാതൃകകളിലൂടെ അവരുടെ സംശയങ്ങൾ അസ്ഥാനത്താണ് എന്ന് ബോധ്യപ്പെടുന്നവരാണ്. താലൂക്ക് ആശുപത്രി ആധുനിക നിലവാരത്തിൽ ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് MLA പറഞ്ഞു. കാട്ടാക്കട മണ്ഡലത്തിലെ താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു. സമസ്ത മേഖലകളിലും വികസന കുതിപ്പ് നടത്തുന്ന പദ്ധതികളിലൂടെ കാട്ടാക്കട മണ്ഡലം നേടിയത് അസൂയാവഹമായ നേട്ടങ്ങളാണ്. റോഡ് വികസനത്തിലും മാതൃകാപരമായ മുന്നേറ്റമാണ് കാട്ടാക്കട മണ്ഡലം കൈവരിച്ചത്. FDR ടെക്നോളജിയിലൂടെ 2 റോഡുകളുടെ നിർമ്മാണത്തിനും മണ്ഡലത്തിന് തുടക്കമായി.
ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്ന FDR ടെക്നോളജി അനുസരിച്ചിട്ടുള്ള 2 റോഡുകൾ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കിഫ്ബി ഒരു അനിവാര്യതയായിരുന്നു എന്ന് മലയാളി സമൂഹം തിരിച്ചറിയുന്നുണ്ട്. എത്ര സ്കൂളുകളാണ് കിഫ്ബി പണം ഉപയോഗിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത്? നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ കാട്ടാക്കട മണ്ഡലം വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ കീഴടക്കുകയാണ്. വികസനേതരമായ കാരണങ്ങളാൽ കിഫ്ബി ആക്രമിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും ചെയ്യുമ്പോഴും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്താണ് കിഫ്ബി, കിഫ്ബിയുടെ അനിവാര്യത എന്തായിരുന്നു എന്ന്. കാൽനൂറ്റാണ്ട് പിന്നിടുന്ന കിഫ്ബിക്ക് കൂടുതൽ ഉണർവോടെ, കൂടുതൽ കരുത്തോടെ
പുതിയ കേരളത്തെ, നവകേരളത്തെ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വികസനത്തിൻ്റെ കരുത്തുമായി കാട്ടാക്കട മുന്നേറുമ്പോൾ മറ്റ് മണ്ഡലങ്ങൾക്കും കാട്ടാക്കട മാതൃകയാവുകയാണ്.